ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മലയാളത്തിലെ 9ാമത്തെ പാഠമായ ആഹാ എന്താ സ്വാദ് എന്ന പാഠഭാഗത്തിലെ ആക്ടിവിറ്റി ചെയ്തു നോക്കാം. കുഞ്ഞെഴുത്തൊന്ന് ചെയ്തു നോക്കിയാലോ? അപ്പോൾ നിങ്ങൾ ഈ പാഠഭാഗത്തിലെ ഒരു ആനയും മൈനയും തമ്മിലുള്ള കഥ കൂട്ടുകാർക്കറിയാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പാഠഭാഗത്തിലെ വിട്ട ഭാഗങ്ങൾ നമുക്ക് പൂരിപ്പിച്ചു തുടങ്ങിയാലോ? ഇവിടെ താഴെ കൂട്ടുകാർ ഒരു മല കാണുന്നില്ലേ? ആ മലയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ഒരു ആനയും മൈനയും താമസിച്ചിരുന്നു. അവർ രണ്ടുപേരും കൂട്ടുകാരായിരുന്നു. അപ്പോൾ വിട്ട ഭാഗത്ത് എങ്ങനെയൊക്കെ എഴുതണം? ആ മലയിൽ ഒരു ആനയും മൈനയും താമസിക്കുന്നു. അവർ രണ്ടുപേരും കൂട്ടുകാരാണ്. ആ മലയിൽ ഒരു ആനയും മൈനയും താമസിക്കുന്നു. അവർ രണ്ടുപേരും കൂട്ടുകാരാണ്. ഒരു നാൾ ആ മലയിൽ ഉണ്ടായിരുന്ന ഫലങ്ങളെല്ലാം തീർന്നുപോയി. അങ്ങനെ അവർ എന്തു ചെയ്തു? അവർ ആ മലയിൽ നിന്ന് ദൂരെ വേറൊരു സ്ഥലത്തേക്ക് പഴങ്ങൾ അന്വേഷിച്ച് പോവുകയാണ്. അപ്പോൾ കൂട്ടുകാർ ഈ മലയിൽ ഒരു ആനയെയും മൈനയെയും വരച്ച് ചേർക്കണേ. അങ്ങനെ ഈ വിട്ട ഭാഗത്ത് എന്തെഴുതണം? ഒരു നാൾ മരത്തിലുള്ള ഫലങ്ങൾ എല്ലാം തീർന്നു. ഒരു നാൾ മരത്തിലുള്ള ഫലങ്ങൾ എല്ലാം തീർന്നു. അങ്ങനെ അവർ യാത്ര തുടങ്ങി. ആനയും മൈനയും വിശപ്പു കാരണം പഴങ്ങൾ തേടി പുറപ്പെട്ടു. ആനയും മൈനയും വിശപ്പു കാരണം പഴങ്ങൾ തേടി പുറപ്പെട്ടു. നടന്നു നടന്നു ക്ഷീണിച്ചു. ഇവിടെ പഴം കാണുന്നില്ലല്ലോ. അങ്ങനെ അവർ പഴങ്ങൾ തിരഞ്ഞു നടക്കുകയായിരുന്നു. അപ്പോൾ ആ മരത്തിലും പഴങ്ങൾ കാണുന്നില്ല. അങ്ങനെ കുറേ നടന്നപ്പോൾ അവർ പഴം കിട്ടിയത്. അപ്പോൾ അവരതിൻ്റെ ഇടയിൽ പറയുന്ന സംഭാഷണമാണ് താഴെ എഴുതേണ്ടത്. പറന്ന് പറന്ന് എൻ്റെ ചിറക് ഒടിയാറായി. അപ്പോൾ കിളി പറയുകയാണ്. എന്താണ് മൈന പറയുന്നത്? പറന്ന് പറന്ന് എൻ്റെ ചിറക് ഒടിയാറായി. അതെ, ആന പറയാണ്. അതെ, നടന്ന് നടന്ന് എൻ്റെ കാലും വേദനിക്കുന്നു. നടന്ന് നടന്ന് എൻ്റെ കാലും വേദനിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും എന്താ ചെയ്തെന്ന് നോക്കൂ. നമ്മുടെ മൈന ആനയ്ക്ക് എന്ത് കാണിച്ചു കൊടുത്തു? ഒരു ചക്കപ്പഴം കാണിച്ചു കൊടുത്തു. അതാ ചക്കപ്പഴം. എന്താ മൈന പറഞ്ഞത്? അതാ ചക്കപ്പഴം. അപ്പോൾ നമ്മുടെ ആന പറയുകയാണ്, ഹായ് ചക്കപ്പഴം, എന്ത് നല്ല ഗന്ധം, ഇതെനിക്ക് വേണം. എന്താ പറഞ്ഞത്? ഹായ് ചക്കപ്പഴം, എന്ത് നല്ല ഗന്ധം, ഇതെനിക്ക് വേണം. അങ്ങനെ ആ ചക്കപ്പഴം പറിച്ച് നമ്മുടെ ആന കഴിച്ചു. ആന ചക്കപ്പഴം പറിച്ചു. മൈനയെ നോക്കി മൈനക്ക് കൊടുത്തില്ല. എന്ന് പറഞ്ഞു. ആര് കഴിച്ചു? ആന കഴിച്ചു. അപ്പോൾ കൂട്ടുകാർ എന്താ എഴുതേണ്ടത്? ആന ചക്കപ്പഴം പറിച്ചു, മൈനയെ നോക്കി മൈനക്ക് കൊടുത്തില്ല. അങ്ങനെ എന്തുണ്ടായെന്ന് നോക്കൂ. വീണ്ടും ആന എന്ത് കണ്ടു? ആന മാമ്പഴം കണ്ടു. അപ്പോൾ ആന പറയുകയാണ്, എന്ത് നല്ല ഗന്ധം, എന്ത് നല്ല സ്വാദ്, ആഹാ ഇത് മുഴുവൻ എനിക്കാ. എന്ത് നല്ല ഗന്ധം, എന്ത് നല്ല സ്വാദ്, ആഹാ ഇത് മുഴുവൻ എനിക്കാ. അപ്പോൾ മൈന എന്ത് ചോദിച്ചു? മൈന എന്ത് പറഞ്ഞു? മൈന പറഞ്ഞു, എനിക്കില്ലേ, എനിക്ക് മാമ്പഴമില്ലേ. എന്താ പറഞ്ഞത്? എനിക്ക് മാമ്പഴമില്ലേ. വീണ്ടും ആന മാമ്പഴം പറിച്ചു. മൈനയെ നോക്കി മൈനയോട് പറഞ്ഞു, നിനക്ക് പിന്നെ
തരാം. ആന മാമ്പഴം പറിച്ചു. മൈനയെ നോക്കി മൈനയോട് പറഞ്ഞു, നിനക്ക് പിന്നെ തരാം. അങ്ങനെ ആന വീണ്ടും നടന്നു. ആനയും മൈനയും വീണ്ടും നടന്നപ്പോൾ പിന്നെ എന്ത് കണ്ടു? അവർ ഒരു പൈനാപ്പിൾ ചെടി കണ്ടു. അപ്പോൾ ആന എന്ത് ചെയ്തു? ആന വീണ്ടും പഴയതുപോലെ, ആഹാ, എന്ത് നല്ല ഗന്ധം, എന്ത് നല്ല സ്വാദ്, ഇത് മുഴുവൻ എനിക്കാ. അങ്ങനെ പറഞ്ഞു ആ പൈനാപ്പിളും ആന എന്ത് ചെയ്തു? പറിച്ചു. എന്നിട്ടോ ആന പൈനാപ്പിൾ പറിച്ചു. മൈനയെ നോക്കി എന്ന് പറഞ്ഞു കഴിച്ചു. മൈനയോട് പറഞ്ഞു, നിനക്ക് പിന്നെ തരാം. ആന പൈനാപ്പിൾ പറിച്ചു. മൈനയെ നോക്കി മൈനയോട് പറഞ്ഞു, നിനക്ക് പിന്നെ തരാം. അങ്ങനെ മൈനക്ക് സങ്കടം വന്നു. മൈന ആനയോട് ചോദിക്കുകയാണ്. എന്തൊക്കെയാ ചോദിച്ചത് നോക്കൂ. മൈന, നിൽക്കവിടെ, എൻ്റെ പങ്കെവിടെ? മൈന എന്താ ചോദിച്ചത്? നിൽക്കവിടെ, എൻ്റെ പങ്കെവിടെ? ആന, അടുത്ത തവണ നിനക്ക് ഉറപ്പായും ബാക്കി വരുന്നത് തരാം. എന്താ പറഞ്ഞത്? ആന പറയുകയാണ്, അടുത്ത തവണ നിനക്ക് ഉറപ്പായും ബാക്കി വരുന്നത് തരാം. മൈന, ഉറപ്പായും നിന്നെ വിശ്വസിക്കാമോ? ഉറപ്പായും നിന്നെ വിശ്വസിക്കാമോ എന്ന് ആര് ചോദിച്ചു? മൈന ചോദിച്ചു. അപ്പം ആന എന്ത് മറുപടി പറഞ്ഞു? ഉറപ്പായും നിനക്ക് വിശ്വസിക്കാം, ഉറപ്പായും വിശ്വസിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ആനക്ക് എന്ത് സംഭവിച്ചെന്ന് നോക്കൂ. വൃക്ഷങ്ങൾ നിറയെ പഴങ്ങൾ. അങ്ങനെ അവർ നടന്ന് നീങ്ങിയപ്പോൾ വീണ്ടും എന്ത് കണ്ടു? വൃക്ഷങ്ങൾ നിറയെ പഴങ്ങൾ. മൈന ചോദിച്ചു, എനിക്ക് പറിച്ചു തരുമോ? ഈ തവണ പറ്റിക്കരുത്, എനിക്ക് കുറച്ച് തരാമോ? എന്തൊക്കെയാ ചോദിച്ചത്? മൈന ചോദിച്ചു, എനിക്ക് പറിച്ചു തരുമോ? എനിക്ക് പറിച്ചു തരുമോ? ഈ തവണ പറ്റിക്കരുത്, എനിക്ക് കുറച്ച് തരാമോ എന്ന് ആര് ചോദിച്ചു? മൈന ചോദിച്ചു. ആന വീണ്ടും പഴങ്ങൾ പറിച്ചു. എന്ത് ചെയ്തു ആന? ആന വീണ്ടും പഴങ്ങൾ പറിച്ചു. എന്ന് പറഞ്ഞു കഴിച്ചു. മൈന, നിന്നെ ഞാൻ വെച്ചേക്കില്ല. എന്തേ പറഞ്ഞത്? നിന്നെ ഞാൻ വെച്ചേക്കില്ല. ഉറപ്പ് ലംഘിക്കുന്നോ? നിന്നെ ഞാൻ വെച്ചേക്കില്ല, ഉറപ്പ് ലംഘിക്കുന്നു. ആന, ഞാൻ നിന്നോട് പറഞ്ഞത് അടുത്ത തവണ ബാക്കിയുണ്ടെങ്കിൽ തരാമെന്നല്ലേ? എന്താ പറഞ്ഞത് ആന? ഞാൻ നിന്നോട് പറഞ്ഞത് അടുത്ത തവണ ബാക്കിയുണ്ടെങ്കിൽ തരാം എന്നല്ലേ പറഞ്ഞത്? അങ്ങനെ നമ്മുടെ ആന പറഞ്ഞ് മെല്ലെ ഒഴിഞ്ഞു മാറി. അങ്ങനെ ഇരിക്കെ ആനയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് കൂട്ടുകാർ നോക്കൂ. ആന നിലവിളിച്ചു, അയ്യോ, വയറുവേദനിക്കുന്നു, ഒരു വൈദ്യനെ കാണണം, ഇഹി ഇഹി, വേദന വേദന. ആന നിലവിളിച്ചു, അയ്യോ, വയറുവേദനിക്കുന്നു, ഒരു വൈദ്യനെ കാണണം, ഇഹി ഇഹി, വേദന വേദന. അങ്ങനെ പറഞ്ഞു നമ്മുടെ ആന കരയാൻ തുടങ്ങി. അപ്പോൾ ഇത് കേട്ട ജിറാഫ് എന്ത് ചോദിച്ചു? എന്തു പറ്റി കൂട്ടുകാരാ? എന്താ ചോദിച്ചത്? എന്തു പറ്റി കൂട്ടുകാരാ എന്ന് ആന ചോദിച്ചു. അങ്ങനെ ആനയ്ക്ക് എന്ത് സംഭവിച്ചു? ആന ക്ഷീണിച്ചു, ഒരു പാറയിൽ ഇരുന്നു. ആനയ്ക്ക് അനങ്ങാൻ വയ്യാതെയായി. ആന ക്ഷീണിച്ചു, ഒരു പാറയിൽ ഇരുന്നു. ആനക്ക് അനങ്ങാൻ വയ്യാതെയായി. മൈന ഉണ്ടായ സംഭവങ്ങളെല്ലാം ആരോട് പറഞ്ഞു? ജിറാഫിനോട് പറഞ്ഞു. മൈന ഉണ്ടായ സംഭവങ്ങളെല്ലാം ജിറാഫിനോട് പറഞ്ഞു. ആന, ഇനി അടുത്ത വിട്ടഭാഗം എങ്ങനെ എഴുതാം? ആന വേദനിച്ചു കരഞ്ഞുകൊണ്ടിരുന്നു. ആന വേദനിച്ചു കരഞ്ഞുകൊണ്ടിരുന്നു. ആ സമയത്ത് ജിറാഫ് ഒരു കുല മാമ്പഴം പറിച്ച് മൈനക്ക് കൊടുത്തു. എന്ത് നല്ല സ്വാദ്!
ആഹാ ഹോഹോ ഹാ 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 ഹാ. ആന നോക്കിയപ്പോൾ മൈനയും ജിറാഫും മാമ്പഴങ്ങൾ ആസ്വദിച്ചു കഴിക്കുന്നു. മൈനയും ജിറാഫും മാമ്പഴങ്ങൾ ആസ്വദിച്ചു കഴിക്കുന്നു. ഫോണിൽ മൃഗങ്ങളെല്ലാവരും സെൽഫി എടുക്കുന്നു. ആന ചോദിച്ചു, ഞാനുമുണ്ട്, എന്നെ കൂട്ടില്ലേ? എന്താണ് ആന ചോദിച്ചത്? ആന ചോദിച്ചു, ഞാനുമുണ്ട്, എന്നെ കൂട്ടില്ലേ? അപ്പോൾ ആദ്യം മുതൽ പറഞ്ഞു തരാം. ആന വേദനിച്ചു കരഞ്ഞുകൊണ്ടിരുന്നു. ആ സമയത്ത് ജിറാഫ് ഒരു കുല മാമ്പഴം പറിച്ച് മൈനക്ക് കൊടുത്തു. എന്ത് നല്ല സ്വാദ്! ആഹാ ഹോഹോ ഹാ ഹാ. ആന നോക്കിയപ്പോൾ മൈനയും ജിറാഫും മാമ്പഴങ്ങൾ ആസ്വദിച്ചു കഴിക്കുന്നു. ഫോണിൽ മൃഗങ്ങൾ എല്ലാവരും സെൽഫി എടുക്കുന്നു. ആന ചോദിച്ചു, ഞാനും ഉണ്ട്, എന്നെ കൂട്ടില്ലേ? അപ്പോൾ നമ്മുടെ ജിറാഫ് എന്തൊക്കെയായിരിക്കും മറുപടി പറഞ്ഞിരിക്കുക നോക്കൂ. കൂട്ടുകാർ കണ്ടില്ലേ ഇവിടെ സെൽഫി എടുക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നമ്മുടെ സംഭാഷണം പൂർത്തിയാക്കാം. ജിറാഫ് എന്താണ് ചോദിച്ചത് ആനയോട്? നീ മൈനയോട് ചെയ്തത് ശരിയാണോ? നീ മൈനയോട് ചെയ്തത് ശരിയാണോ? ആന എന്തു ചെയ്തു? തല താഴ്ത്തി. അപ്പോൾ ജിറാഫ് പറഞ്ഞു, നീ ഇനി മേലിൽ ആരെയെങ്കിലും പറ്റിക്കുമോ? നീ ഇനി മേലിൽ ആരെയെങ്കിലും പറ്റിക്കുമോ? അപ്പോൾ ആന മറുപടി പറഞ്ഞു? ആന, ഇല്ല, ഒരിക്കലുമില്ല. ജിറാഫ്, എന്നാൽ വാ. ആന, ഇനി ഞാൻ ഒരിക്കലും ആരെയും പറ്റിക്കില്ല. ഇനി ഞാൻ ഒരിക്കലും ആരെയും പറ്റിക്കില്ല. എന്തൊക്കെയാണ് അവരുടെ സംഭാഷണം ഒന്നും കൂടി നോക്കൂ. ജിറാഫ്, നീ മൈനയോട് ചെയ്തത് ശരിയാണോ? ആന തല താഴ്ത്തി, ഒന്നും മിണ്ടിയില്ല. ജിറാഫ്, നീ ഇനി മേലിൽ ആരെയെങ്കിലും പറ്റിക്കുമോ? ആന, ഇല്ല, ഒരിക്കലുമില്ല. ജിറാഫ്, എന്നാൽ വാ. ആന, ഇനി ഞാൻ ഒരിക്കലും ആരെയും പറ്റിക്കില്ല. അങ്ങനെ നമ്മുടെ ആനയുടെ സ്വഭാവം എന്തായി? നന്നായി അല്ലേ? അങ്ങനെ ജിറാഫ് ചുറ്റും നോക്കി. വൃക്ഷങ്ങളിൽ നിറയെ എന്താ ഉള്ളത്? പഴങ്ങൾ. ഒത്തിരി മൃഗങ്ങൾ വന്നിട്ടുണ്ട്. മൈന പറഞ്ഞു, എനിക്കും വേണേ. ഒത്തിരി മൃഗങ്ങൾ വന്നിട്ടുണ്ട്. മൈന പറഞ്ഞു, എന്ത് പറഞ്ഞു? മൈന പറഞ്ഞു, എനിക്കും വേണം. ഇതോടുകൂടി ഈ ആക്ടിവിറ്റി ഇവിടെ അവസാനിച്ചിരിക്കുന്നു. കൂട്ടുകാർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.